அண்ணே சீக்கிரம் ஒரு கப்பு தண்ணி கொடுங்க. முகம் கழுதுக்கான அந்த கருத்துல இருக்கு தண்ணி. மூஞ்சி கழுகிறது இல்ல, ரெண்டுக்கு போறதுக்கு. അത് ശരി. അത് ഒരു കപ്പ് വെള്ളം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ദേ അങ്ങ് വെളിയിലെ കുളം ഇருக்கு. കപ്പിന് ഒരു ഔൺസ് വെള്ളം കൊണ്ടുപോയി പൂജിക്കാതെ ശരിക്ക് കഴുകാം. ആ വഴിയിൽ നിന്ന് മാറിയിരിക്കണം കേട്ടോ. മനുഷ്യർക്ക് നടന്നുകൊണ്ട് വഴിയാ. ആ അണ്ണാച്ചി ഇപ്പൊ ഇന്റെ വഴിയൊന്നും കാണാനില്ലേ? போன வாரம் லோடு கொண்டு வந்த போது நாங்க இங்க ஒரு நைட்டு தங்கிட்டு தானே போனோம். என்னண்ணே காலைல சூட சாப்பிடறதுக்கு என்ன இருக்கு? എല്ലാം ഇருக்கு. മുഖ കഴുകി വന്നിരിക്കും. ഞാൻ എപ്പോ പോയി കൊണ്ടുവരാം. കടലയായില്ലേ? നേരമെടുത്ത ആളുകൾ വന്നു തുടങ്ങി. അവിടെ ഇരിക്കട്ടെ, എനിക്ക് 10 കയ്യൊന്നും ഇല്ലല്ലോ. അപ്പഴും കാച്ചിട്ടില്ലേ? മനുഷ്യനെ മിണ്ടാതിരുന്നോണം, മോന്തയ്ക്ക് ഞാൻ കാച്ചും. എന്റെ അമ്മയുടെ അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്നില്ല. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ എനിക്ക് വേറ. കുടുംബത്തിൽ കണ്ട തേവിസികളെ കയറ്റി കിടത്തിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കാണ്ട് വേഗം അവരെ ഇറക്കി വിടാൻ നോക്ക്. കുഞ്ഞമ്മണി, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒന്ന് മയങ്ങാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. പരിചയക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളതും അല്ലേ. വണ്ടിയിൽ പെണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? പ്രായം തികഞ്ഞ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട്. അത് നിങ്ങൾക്കറിയോ? പണ്ട് പലതിനും കൂട്ട് നിന്നിട്ടുണ്ട്. ഇപ്പൊ അത് പറ്റില്ല. എന്റെ മോളെ ആണൊരുത്തന്റെ കൂടെ മാനമായിട്ട് പറഞ്ഞയക്കാനുള്ളത്. ഓ, ഇനി നിന്ന് താളം ചവിട്ടാതെ വേഗം ഇറക്കി വിട്. அம்மான் சீக்கிரமா அங்க உட்காருன்னு இதா வரலாம். എന്താ ഒളിഞ്ഞു നോക്കണേ? എനിക്കില്ലേ? വിളിക്കാം. വരട്ടെ, നിനക്ക് ചോദിക്കട്ടെ. വനജയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണമെന്ന് വിചാരിച്ചു. എന്തിനാ? ഒന്നുമില്ല, കാണി സംസാരിച്ചൊക്കെ ചെയ്യാമല്ലോ. ശ്രീധരേട്ടനെ വിളിക്കാം. ശ്രീധര, ശ്രീധര, ശ്രീധരോ, ശ്രീധര, ശ്രീധരോ. ഓ, എന്ത് ശ്രീധര. എന്താ നേരം വെളുത്തു. അതിനെ വണ്ടി കൊണ്ട് രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞിരുന്നാണ്. ശ്രീധര, ഒന്ന് വേഗം പറഞ്ഞു വിടറ. ഇവിടെ അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ പേടിക്കണം ഞങ്ങൾക്ക്. ഞാൻ അവളെ കൊണ്ട് ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നൊന്നുമല്ല. നിങ്ങൾ ഇടന്ന് വിളിച്ചു ആൾക്കാരെ അറിയിക്കാണ്ടിരുന്നാ മതി. രവിയും കുഞ്ഞാലും ഒക്കെ എണീറ്റോ? ഇല്ല, എനിക്കിട്ടില്ല. അമ്മ ചെന്നവരെ വിളിച്ചോണ്ടത്തെ ഈ വണ്ടിയുടെ വെള്ളവും ഓയിലും ഒക്കെ നോക്കാൻ പറ. പോട്ടെ. കാശുണ്ടേ? തന്നാ വാങ്ങും. ഇല്ലെങ്കിലോ? തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? ആദ്യമായിട്ട് കാണുമെന്നല്ലോ ഞാൻ. വേണേല് വണ്ടിയിൽ ഞാൻ ആ കവലയുടെ അടുത്തോണ്ട് ഇറക്കാം. വേണ്ട, അത് കുറെ നടക്കണം. ഇതിലെ പാടത്തോടെ നടന്നാൽ വേഗം എത്തും എന്റെ വീട്. പോണ വഴി നല്ലൊരു കുളമുണ്ട്, പുളിയും കഴിയും. എന്റെ മോനിപ്പോ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വേറെ ആരുമില്ലേ നിനക്ക്? എന്താ പറയാൻ മടിയുണ്ടോ? കെട്ടിയവനുണ്ട്, സുഖമില്ല. തലച്ചോറിലൊരു മുഴ വന്നതാ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഒന്നുകൂടെ വേണമെന്നാ പറയണേ. ദിവസവും 10-60 രൂപയുടെ മരുന്ന് വേണം. ഇനിയല്ല, ഒരു ദിവസം പറയാം. പോട്ടെ. വനജേ, എനിക്ക് ആവശ്യത്തിന് തന്നല്ലോ. വെച്ചോടി.